ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും 7.5 കിലോമീറ്റേഴ്സ് മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. കാക്കനാടിനോട് വളരെ അടുത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം 300-350 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഭംഗിയായിട്ട് എലിവേഷൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്ക് നിങ്ങൾ ഈ മനോഹരമായ വീടിന്റെ എലിവേഷൻ ഒന്ന് കണ്ടുവന്നോളൂ. കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും 7.5 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് നോക്കുവാണെങ്കിൽ 9.5 ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗങ്ങളിലേക്ക് ലുലു മാളിലേക്കൊക്കെ പോകണമെങ്കിൽ 12 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താം. വെറും 17 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എയർപോർട്ടിലേക്ക് എത്താവുന്നതാണ്. വളരെ ഭംഗിയായിട്ടാണ്, ഒരു ബോക്സി ഷേപ്പും കണ്ടംപററിയും കൂടെ വരുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ കാണുന്ന വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. 6 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് കൂടാതെ തന്നെ നമുക്ക് എക്സ്ട്രാ വേറൊരു 300 സ്ക്വയർ ഫീറ്റ് കൂടെ അഡീഷണൽ ആയിട്ട് ഇതിന് വരുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. നമുക്കിനി ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായിട്ട് ഈ കാണുന്ന വീട് ഫേസ് ചെയ്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വീടുകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. റോഡിലൂടെ പോകുന്ന ആരും ഒന്ന് നമ്മളുടെ ഈ ഒരു വീട് ശ്രദ്ധിച്ചു പോകുന്ന രീതിയിലുള്ള ഭംഗിയുള്ള എലിവേഷൻ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായി റോഡിന്റെ ഫ്രണ്ടിലൂടെ ടാറിംഗ് ചെയ്തിരിക്കുന്ന വളരെ നീറ്റായ റോഡാണ് കടന്നു പോകുന്നത്. മതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ആ ഒരു ബ്രിക്ക് മോഡൽ വരുന്ന ടെക്സ്ചർ വർക്ക് ഒരു പോർഷനിൽ വരുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയെല്ലാം സിമ്പിൾ ആയ ഡിസൈനിൽ ചെയ്തിട്ട് അതിനിടയിലെല്ലാം സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒറ്റയടിക്കൊന്നും കണ്ടു തീർക്കാൻ പറ്റാതെ നമ്മളൊന്ന് നടന്ന് കാണാനുള്ള ഒരു ഭംഗിയാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 2 റോഡുകൾ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ എൽ ഷേപ്പിൽ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഭംഗിയായിട്ട് നമ്മുടെ വീടിന്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫേസിൽ നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡിലെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ആ ഒരു അറ്റം വരെ മതിൽ വളരെ ഭംഗിയായിട്ട് ഡിസൈനിൽ തന്നെയാണ് കളർഫുൾ ആയിട്ടുള്ള പെയിന്റ്സ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും, റോഡിന്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും വീടിന്റെ എലിവേഷൻ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്തായിട്ട് ഒരു തെങ്ങ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരു തെങ്ങിനെ നശിപ്പിക്കാത്ത രീതിയിൽ അതിനെയും കൂടെ നിലനിർത്തിയിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷനിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള കുറച്ച് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗേറ്റിൽ കണ്ട ആ ഒരു മതിലിൽ കണ്ട സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് ടെക്സ്ചർ വർക്ക്. ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കാണ് ഇവിടെ വോളുകൾ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ആ ഒരു ഗ്രേ കളറിലുള്ള നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വർക്കൊക്കെ ഈ ഒരു വലിയ ഷോ വാളിനകത്ത് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി നിങ്ങൾ ഇതിന്റെ എലിവേഷൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും സംസാരിപ്പിച്ച് ബോറടിക്കുന്നില്ല. വീടിന്റെ മതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഗേറ്റ് നോക്കാം. ഗേറ്റിന്റെ ഒരു ഡിസൈൻ വരുന്നത് ഇതേ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വരുന്ന സമയത്ത് ഇവിടുത്തെ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള സ്റ്റോൺസ് വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് നമ്മൾ നേരെ കയറി വരുന്നത് ഇവിടുത്തെ കവേഡ് ആയിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമ്മൾ ഈ ഇവിടേക്ക് നേരെ വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം ആ കാണുന്ന വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്രിക്ക് മോഡലുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മിഡിൽ ആയിട്ട് ഒരു ചെറിയ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. കവേഡ് ആയിട്ടുള്ള കാർ പോർച്ച് ഈ ഭാഗത്താണ്. അതിന്റെ താഴെയുള്ള ഈ ഒരു വോള് നോക്കിയാലും കാണാം ഭംഗിയായിട്ട് സെയിം വർക്ക് തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം പോളി കാർബൺ ഷീറ്റ് കവർ ചെയ്തിട്ട് കവേഡ് ആയ ഒരു കാർ പോർച്ചിൽ നമ്മുടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. നമ്മുടെ 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ കാണുന്ന വലിയ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്.
ടോട്ടൽ നമുക്ക് 3 കാറുകൾ വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഇതൊരു 6 സെന്റ് ലാൻഡിലുള്ള വീടായതുകൊണ്ട് തന്നെ. സ്ക്വയർ ഫീറ്റ് ടോട്ടൽ നോക്കുവാണെങ്കിൽ നമുക്ക് 3000-അടുത്താണ് വരുന്നത്. 2500 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ഏരിയയും ബാക്കിയുള്ള ഏരിയ വന്നിട്ടൊരു 300 കൂടിയാണ് എക്സ്ട്രാ വരുന്നത്. ഇപ്പൊ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസിലൂടെയാണ്. അതിന്റെയൊക്കെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാം ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ട് അതിനിടയിലെല്ലാം കളർഫുൾ ആയിട്ടുള്ള പെബിൾസ് എല്ലാം ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഗാർഡൻ ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഏരിയ ഇവിടെ കവർ ചെയ്തിട്ട് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് തന്നെ പോകാം. ആ സമയത്ത് ഇതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ഇവിടെ ജിയ പൈപ്പിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കുറച്ച് പോർഷനുകളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഗ്ലാസിന്റെ വർക്കുകൾ കുറച്ചും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആവാനുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. നല്ല ആഴത്തിലുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന ഭംഗിയുള്ള ഒരു കിണറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ സൈഡിലൂടെ എല്ലാം പോയിരിക്കുന്ന മതിലുകളെല്ലാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഭാഗങ്ങളിലെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത്. പെബിൾസ് കൊടുത്തിട്ടുണ്ട്, ഭംഗിയുള്ള ചെറിയ പ്ലാന്റ്സും ട്രീസും ഒക്കെ കൊടുത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. കോർണർ ഭാഗത്തായിട്ട് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു അലക്ക് കല്ല് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അലക്ക് കല്ലിന്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ നേരത്തെ പുറത്തു നിന്ന് കണ്ട ആ ഒരു തെങ്ങിന്റെ പൊസിഷൻ വരുന്നത്. അത് നല്ല രീതിയിൽ തന്നെ അതിനകത്ത് തേങ്ങയെല്ലാം ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളുടെ ഈ ഒരു പ്ലോട്ടിലേക്ക് ഒരു തെങ്ങ് നിൽക്കുന്നത് തന്നെ നല്ലൊരു പോസിറ്റീവ് സിഗ്നൽ ആണെന്ന് പറയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ വീടിന്റെ ഈ ഒരു റൈറ്റ് സൈഡിലൂടെ കടന്നു വരികയാണ്. നമ്മൾ ഇപ്പൊ ഫ്രണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഇടയ്ക്കുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ പെബിൾസുകളെല്ലാം തന്നെ വെച്ച് വളരെ നീറ്റ് ആയിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല വൈഡ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് നമ്മളിപ്പോ വന്നിരിക്കുന്നത് ആ കാർ പോർച്ചിന്റെ പൊസിഷനിലേക്കാണ്. ഇത്രയും നേരം നടന്നു വന്ന വഴികളെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഒക്കെ പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ നല്ല ഭംഗിയായിട്ട് UPVC ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ നടന്ന് തിരിച്ച് ഈ വീടിന്റെ ഫ്രണ്ട് പോർഷനിലേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ വീടിന്റെ ചുറ്റിനും നടന്ന് എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമുക്കിന്റെ വീടിന്റെ ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക്, സിറ്റ് ഔട്ടിന്റെ ഭാഗങ്ങളിലേക്കൊക്കെ വരാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു പോർഷനിൽ നിങ്ങൾ കണ്ടു, ഭംഗിയായിട്ടൊരു വലിയൊരു വോള് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ ഹാങ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലും ഒരു നല്ല ഭംഗിയായിട്ടൊരു പ്ലാന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗങ്ങളിലേക്ക് വരുന്നതോറും ഈ ഒരു ഏരിയ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ബ്രിക്ക് മോഡലുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ 2 ഭംഗിയുള്ള പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഏരിയയിലുള്ള ഗാർഡൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് നമുക്ക് സിറ്റ് ഔട്ട് കിട്ടുന്നത്. ഭംഗിയായിട്ടൊരു ചെറിയ സിറ്റ് ഔട്ട് വൈറ്റ് കളറിലുള്ള ആ ഒരു ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടുള്ള ഒരു ചെറിയ ഹാങ്ങിങ് ലൈറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഒറ്റ പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. വടക്ക് ഭാഗത്തേക്കാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. നമുക്കിനി ഡോർ തുറന്ന് വീടിന്റെ അകത്തേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പാസേജ് ആണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു പാസേജിന്റെ ഈ ഭാഗത്ത് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് ഒരു ഷെൽഫ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്രിക്ക് മോഡലുള്ള ഒരു ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ ഗ്ലാസിന്റെ സ്റ്റാൻഡുമാണ് നമുക്ക് അവിടെ പാർട്ടീഷൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വന്ന സമയത്ത് ഇതിന്റെ ഒരു ഫ്ലോർ നിങ്ങൾ കണ്ടു കാണും. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ബ്രൗൺ കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ നീളത്തിൽ ഇങ്ങനെ സ്പോട്ട് ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ നേരെ കയറി വന്ന ഭാഗത്ത് ഇവിടെയായിട്ട് ചെറിയൊരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. വുഡൻ പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കയറി വന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴാണ് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വൈറ്റ് കളറിലുള്ള നീളത്തിലുള്ള വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ടാണ് ടൈലുകളെല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വലിയൊരു ഓപ്പണിംഗ് ആണ്. നമുക്ക് ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന ഓപ്പണിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ WPC-യിലും, ഡോറ് നോക്കുവാണെങ്കിൽ WPC-യിലും, വിൻഡോസ് ഒക്കെ വന്നിട്ട് UPVC-യിലുമാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന വിൻഡോസ് കണ്ടു. അതുകൂടാതെ മുകളിൽ 2 ലെയറിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. താഴെയുള്ളത് നമുക്ക് സ്ലൈഡ് ചെയ്യാം, മുകളിലുള്ളത് ഫിക്സഡ് ആയിട്ടുമാണ് ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് വിൻഡോസ് എല്ലാം തന്നെ ചെയ്തെടുത്തിരിക്കുന്നത്.
ടി വി യൂണിറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഭംഗിയായിട്ട് തന്നെയാണ് മൾട്ടിവുഡിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കാണാൻ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള വർക്കാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പാനലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് റൂഫ് വരെയാണ് വന്നിരിക്കുന്നത്. അതിന്റെ മുകൾ ഭാഗത്ത് ഒറ്റ ഒരു സ്ട്രിപ്പിനകത്ത് വന്നിട്ട് 3 നല്ല ഭംഗിയായിട്ടുള്ള സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വോൾ നോക്കുവാണെങ്കിലും ഇതേ വർക്ക് തന്നെ ഭംഗിയായിട്ടാണ് ഇവിടെയും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു വർക്കാണ് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ മിഡിലായിട്ട് നല്ലൊരു ഷോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും റൂഫ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിൽ പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അതിന്റെ മിഡിലായിട്ടാണ് ഭംഗിയായിട്ടുള്ള ഒരു വലിയ ഷാൻലിയർ കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും നോക്കുവാണെങ്കിൽ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ കടന്നു വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടെയായിട്ടാണ് നിങ്ങൾ ഈ ഒരു പാർട്ടീഷൻ കണ്ടത്. ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് 2 തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കുറച്ച് ഹൈറ്റ് ഉള്ള ഭാഗത്തും നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് കുറച്ച് താഴേക്കുമായിട്ടാണ്. അതിനു മുമ്പ് നമുക്ക് ഞാൻ നിൽക്കുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ വന്നത് ഈ ഭാഗത്തു നിന്നാണ്. താഴത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ഡോറിന്റെ പാറ്റേൺ കണ്ടോളൂ. WPG-യിലാണ് ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടും നല്ല ഭംഗിയായിട്ടുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 13-11 ഫീറ്റ് ആണ് ഇതിന്റെ അളവ് വരുന്നത്. നമുക്ക് നേരെ കയറി വരുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ വിൻഡോസ് ആണ്. ഒരു വിൻഡോ ബേ കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ സീറ്റിംഗ് പർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഭംഗിയായിട്ടാണ് വിൻഡോ ബേയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോ നോക്കുവാണെങ്കിൽ UPVC-യുടെ വിൻഡോ ആണ്. സ്ലൈഡ് ചെയ്യാവുന്ന മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാവുന്ന ഭാഗങ്ങളിലെല്ലാം മോസ്കിറ്റോ നെറ്റ് ഒക്കെ കൊടുത്തിട്ട് വളരെ വെൽ അറേഞ്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇവിടുത്തെ വാർഡ്രോബ്സ് എല്ലാം വരുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയും ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ വാർഡ്രോബുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ കിട്ടുന്നത്. വിൻഡോയുടെ ഒക്കെ മുകളിൽ നോക്കുവാണെങ്കിൽ കാണാം സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള പാനലിംഗ് വർക്കുകൾ കാണാം. ഫാൻ ഫിറ്റിംഗ് എല്ലാ റൂമുകളിലും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫിന്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വോൾ നോക്കുവാണെങ്കിൽ ഒരു വോൾ വന്നിട്ട് ഭംഗിയായിട്ട് സ്റ്റാൻഡേർഡ് ആയ കളറിലുള്ള ഒരു വാൾ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെയും നമുക്കൊരു സിംഗിൾ വിൻഡോ ആണ് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ വരുന്നത് ഗ്രേ ഷെയ്ഡ് തന്നെയാണ്. സ്ട്രേറ്റ് വരുമ്പോൾ നമുക്കൊരു മിറർ കിട്ടുന്നുണ്ട്. വളരെ ഭംഗിയായ ടൈലുകളാണ് ഇതിനകത്തെല്ലാം തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ എല്ലാം ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ കാണുന്ന ബാത്റൂമുകളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ വലിയ LED ബൾബുകളും ചെറിയൊരു ഫാൻ ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ ഹീറ്റർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഈവൻ ബാത്റൂം ഫിറ്റിംഗ്സിന്റെ കാര്യത്തിൽ പോലും വളരെ ശ്രദ്ധ കൊടുത്തിട്ടാണ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 1ാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ ഇനി ഇപ്പോൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ്. ഈ ഒരു പാസേജ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ നിന്നാണ് കടന്നു വന്നത്. ഈ ഒരു താഴത്തെ ഒരു തട്ട് പോലെ ഒരു പോർഷൻ വരുന്നത്. ഇവിടേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഡൈനിങ്ങിനായിട്ടുള്ള ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് ഉണ്ട്. അതുകൂടാതെ അതിന് താഴെയുള്ള ഭാഗം വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് അവിടെയായിട്ടാണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. സെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. നല്ല ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്നത് വൈറ്റ് കളർ ആയിട്ടുള്ള ഗ്രാനൈറ്റ് പീസിലാണ്. അതിന്റെ താഴെയെല്ലാം തന്നെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് ഭാഗത്തായിട്ട് 2 വലിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ നമുക്ക് കിട്ടുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം. ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മുടെ ഗാർഡൻ ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നുകൂടി വിസിബിൾ ആവുന്ന രീതിയിലാണ് ഗാർഡൻ ഏരിയ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് ഇവിടെയായിട്ട് നമുക്കൊരു പാർട്ടീഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ നേരെ കടന്നു വരുന്ന മെയിൻ ഡോറിന്റെ ഭാഗമാണ്. അവിടെ നിന്നാണ് ഈ ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും ചെറിയൊരു പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. അതുകൂടാതെ LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഫാൻ ഫിറ്റിംഗ് കൂടിയാണ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് മറ്റൊരു കാര്യം കാണാനുള്ളത് ഇവിടുത്തെ ഒരു ക്രോക്കറി ഷെൽഫാണ്.
ഗ്ലാസ് ഡോർ കൊടുത്തിട്ട് ഇതുപോലെ ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഷെൽഫ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ആയിട്ട് LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഈ ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു അറേഞ്ച്മെന്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് വെക്കാനോ നല്ല കളർഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് വെക്കാനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഫ്ലോറിലെ കളറുകൾ നോക്കുവാണെങ്കിൽ മിക്സ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ മാത്രം നല്ല ബ്രൗൺ ഷെയ്ഡിലുള്ളതും ബാക്കിയുള്ളയിടത്തൊക്കെ ഗ്രേ കളറിലെ ടൈലുമാണ് മാറി മാറി യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളറുകൾ മാത്രമാണ് ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. അതിന്റെയും ഡോർ വന്നിട്ട് ഈ ഒരു പാറ്റേണിലും മോഡലിലും ഒക്കെ തന്നെയാണ് WPC ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം സൈസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ബേയോട് കൂടിയിട്ടുള്ള ഒരു വിൻഡോ ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലാണ്. ഓപ്പൺ ചെയ്യാവുന്ന വിൻഡോയ്ക്ക് വന്നിട്ട് മോസ്കിറ്റോ നെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് 2 സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോള് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വാൾ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് 2 സിംഗിൾ വിൻഡോസുമാണ് കിട്ടുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് മാത്രമാണ് റൂഫിൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പാനലിംഗ് വർക്കുകളും വലിയ LED ബൾബുകളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൽ നമുക്ക് ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് വാർഡ്രോബ്സ് വരുന്നത്. നല്ല രീതിയിൽ മുകളിലും താഴെയും ഒക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഗ്രേ കളറിൽ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടെയും ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ കാണുന്ന ഈ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നല്ല രീതിയിൽ തന്നെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തുറക്കുന്ന സമയത്ത് മറ്റുള്ള ലൈറ്റുകൾ ഓൺ ചെയ്തില്ലെങ്കിലും ഇതിനകത്തൊക്കെ നല്ല രീതിയിൽ വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഈ ഭാഗത്തുകൂടെ ആയിട്ടാണ് ഇതിന്റെ ആ ഒരു LED സ്ട്രിപ്പുകളെല്ലാം തന്നെ കടന്നു പോകുന്നത്. എന്തുകൊണ്ടും വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ അധികമൊന്നും കാണാത്ത രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ആവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സെറയുടെയാണ് ഫിറ്റിംഗ് വരുന്നത്. ഇവിടെയും നമുക്ക് ഹോട്ട് വാട്ടറിനുള്ള അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഫാൻ ഫിറ്റിംഗും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ താഴത്തെ നിലയിലുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ കിച്ചൺ ആണ്. കിച്ചന്റെ എൻട്രൻസ് നോക്കിക്കോളൂ. മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടുതലും വുഡൻ കളേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് മാത്രം ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ആ ഒരു വർക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൂടെ എല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് കടന്നു പോകുന്നത്. ടോപ്പ് പോർഷൻ വന്നിട്ട് നമുക്ക് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടൊരു ക്ലോക്ക് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 ഹാങ്ങിങ് ലൈറ്റുകൾ കാണാം. അതിന്റെ മുകളിലൂടെ എല്ലാം കടന്നു പോകുന്നത് LED സ്ട്രിപ്പുകൾ തന്നെയാണ്. കിച്ചണകത്തും സെയിം ഗ്രേ കളർ തന്നെയുള്ള അതേ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള കിച്ചൺ ആണ്. 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്ക് കിച്ചണിനകത്ത് കിട്ടുന്നത്. കിച്ചണകത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കടന്നു വരുമ്പോൾ നിങ്ങൾ വാർഡ്രോബുകൾ തന്നെ നോക്കിക്കോളൂ. ഈ കിച്ചൺ കംപ്ലീറ്റ് ആയിട്ട് വാർഡ്രോബുകളാണ് ചെയ്തിരിക്കുന്നത്. സാധനങ്ങൾ വയ്ക്കാനായിട്ട് സ്പേസ് ഇല്ല എന്നൊരു പരാതി ആരും പറയരുത്. ആ രീതിയിൽ നിറയെ സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലത്തെ ടോപ്പ് ലെയർ വന്നിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ്. അതിനിടയ്ക്ക് വുഡൻ കളറിലുള്ള കുറച്ച് വരുന്നുണ്ട്. ബാക്കി താഴത്തെ പോർഷൻ എല്ലാം ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കി നിൽക്കാൻ തോന്നുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ എല്ലാം കളർ കോമ്പിനേഷൻസ് വരുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. ഈ ഭാഗത്തുള്ള ഇതൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഫെസിലിറ്റികളാണ് നമുക്ക് ഇവിടെ എല്ലാം കിട്ടുന്നത്. നമുക്ക് ഓരോ ടൈപ്പ് പാത്രങ്ങൾ എങ്ങനെയൊക്കെ വെക്കണം ആ രീതിയിലുള്ള ട്രേ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി ഫാബ്രിക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്യുവർ ഫ്ലെയിംസിന്റെ നമുക്ക് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു 3 ബർണർ ഗ്യാസ് സ്റ്റൗവും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ് പോർഷൻ ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജ് വെക്കാനായിട്ട് സെപ്പറേറ്റ് സ്പേസ് ഇല്ല എന്ന് ആരും പറയരുത്. എത്ര വലിയ ഫ്രിഡ്ജ് ആണെങ്കിലും അതിനെ ഉൾക്കൊള്ളാവുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ വലിയൊരു സ്പേസ് വേറെയും കിട്ടുന്നുണ്ട്. നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പാത്രങ്ങൾ എങ്ങനെ വെക്കണം അല്ലെങ്കിൽ ബോട്ടിൽസ് വെക്കണം അതിനെല്ലാം പറ്റിയ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് ഇതിനകത്തെല്ലാം തന്നെ ഈ അറേഞ്ച്മെന്റ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ അവിടെയും നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഫാൻ ഫിറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ തുറന്നാൽ നമ്മൾ നേരെ ഇറങ്ങുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്.
വർക്ക് ഏരിയ സ്പേസ് ആണ് ആക്ച്വലി ഇത്. സെക്കൻഡ് കിച്ചൺ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. സൈഡിലൊക്കെ ഭംഗിയായിട്ട് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് വന്നിട്ട് ഗ്രാനൈറ്റിന്റെ ആണ്. വളരെ കുറച്ച് വർക്കുകൾ മാത്രം ആണ് ഇവിടെ ഇനിയിപ്പോ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ചെറിയൊരു പെയിന്റിങ്ങും അതുപോലെ തന്നെ ഇവിടെ ഒരു പൈപ്പ് ഫിറ്റിംഗ് വെക്കണം. അങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് വർക്ക് ഏരിയ സ്പേസിൽ ഇനി നമുക്ക് തീരാനായിട്ടുള്ളത്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സ്റ്റെപ്പ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. ഇവിടെ ഒരു ഹാൻഡ് റൈൽസ് വരുന്നുണ്ട്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റും റൈറ്റും നോക്കിയാൽ കാണാം നല്ല രീതിയിൽ നമുക്ക് ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഓൾറെഡി ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് കയറി പോകുന്ന രണ്ട് വഴികളുടെയും സൈഡിലായിട്ട് ചെയ്തിരിക്കുന്നത്. താഴെ നിന്നുള്ള സ്റ്റെപ്പ് കയറി ആദ്യത്തെ പോർഷനിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത്. എന്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള വോളുകൾ നോക്കിയാൽ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ഒരു പെയിന്റിംഗ് കൊടുത്തിട്ട് അവിടെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്റെ ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വലിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പണിംഗ് അല്ല അത്, നമുക്ക് നല്ല രീതിയിൽ സൺലൈറ്റ് അകത്ത് കടക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. ടഫിന്റെ ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ഷാൻലിയർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ അറേഞ്ച്മെന്റ് എല്ലാം കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണ കാണുന്ന വീടുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഓരോ അറേഞ്ച്മെന്റും ഇവിടുത്തെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ 1 by 1 ആയിട്ട് ഓരോ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. സ്റ്റെപ്പ് കയറി ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു പാർട്ടീഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലുള്ള ആ ഒരു ബോർഡും കൂടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ ഒരു പാസേജ് പോലെ കാണുന്ന ഈ ഒരു ഭാഗത്തിന്റെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ LED ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. എന്റെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് ഓരോ ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മുടെ സ്റ്റെപ്പ് കയറി വന്നത് ഇവിടെ നിന്നിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കണക്ഷൻ മനസ്സിലാവാനാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇവിടെ നിന്ന് കടന്നു വന്നു ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. താഴെ നമ്മൾ 2 എണ്ണമാണ് കണ്ടത്. ഡോറുകളൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിലും 13-11 ഫീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡുള്ള വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു സിംഗിൾ വിൻഡോ നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. മെയിൻ വലിയ വിൻഡോയും വിത്ത് വിൻഡോ ബേ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബാക്ക് സൈഡിലുള്ള വിൻഡോ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലാണ്. മോസ്കിറ്റോ നെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് 2 ചെറിയ സ്പോട്ട് ലൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെയിം ആ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. മുകളിലും താഴെയും ഒക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ കൂടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം പാനലിംഗ് വർക്കുകളും വലിയ LED ബൾബുകളും ചെറിയ LED സ്ട്രിപ്പുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫാൻ യൂണിറ്റ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ഗ്ലാസ് ഡോറ് കാണാം. ഈ ആക്ച്വലി ഒരു ഗ്ലാസ് ഡോറ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇൻകേസ് അവരകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് ഡോറ് ക്ലോസ് ചെയ്ത് കുളിക്കണമെന്നുള്ളവരെ, കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു സേഫ്റ്റിക്ക് ആയിട്ടാണ്. നമുക്ക് ആ ഒരു ഫെസിലിറ്റി വേണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ബ്ലൈൻഡ്സോ കർട്ടൻസോ ഇട്ട് കവർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബാത്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഉള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഫാൻ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഓൾറെഡി തന്നെ വാട്ടർ ഹീറ്റർ അറേഞ്ച്ഡ് ആണ്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ്. വോളുകളിലെല്ലാം തന്നെ ഗ്ലോസിയും താഴെ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുമാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി വന്നത്. ഇത് നമുക്ക് കാണാനുള്ള 4ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡോറുകളെല്ലാം തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 4ാമത്തെ ബെഡ്റൂമും സെയിം സൈസിലാണ്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വരുമ്പോൾ കാണുന്ന ഈ ഒരു വോളിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു സിംഗിൾ വിൻഡോ കിട്ടുന്നുണ്ട്. നമുക്ക് മെയിൻ ഒരു ഓപ്പണിംഗ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ആക്ച്വലി നമുക്കിത് നമ്മുടെ ബാൽക്കണി സൈഡിലേക്കുള്ള ആ ഒരു ഓപ്പണിംഗ് കൂടിയിട്ടാണ്. നമുക്കൊരു ചെറിയ ബാൽക്കണി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോറ് തുറന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡോർ തുറന്ന് ഇവിടേക്ക് ഇറങ്ങിയ സമയത്താണ് നിങ്ങൾ ഈ ഒരു ഫെസിലിറ്റി ഇവിടെ കണ്ടത്. ഇതിന്റെ മുകളിലൊക്കെ GA പൈപ്പ് കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ നടന്നു വരുന്ന പാസേജിന്റെ മുകളിലൊക്കെ നോക്കിയാൽ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫ്ലോറിലെല്ലാം തന്നെ ഇതേപോലുള്ള സെയിം ആ ഒരു വുഡൻ ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നല്ല ഭംഗിയായിട്ടുള്ള GA പൈപ്പിന് ഒരു വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ആക്ച്വലി നമ്മുടെ യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
നമുക്ക് താഴെ ഓൾറെഡി ഫെസിലിറ്റി ഉണ്ട്. അത് കൂടാതെ ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെയും ചെയ്യാം. അതിനുള്ള പവർ പോയിന്റും കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച്ഡ് ആണ്. അത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഹാൻഡ് വാഷ് ഫെസിലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സെറയുടെ ഒരു യൂണിറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. താഴെ ഭാഗത്തൊക്കെ വന്നിട്ടാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പാസേജ് പോലൊരു വഴി കാണാം. നമ്മൾ വന്ന വഴി തന്നെയാണ്. ആ വഴി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകുവാണെങ്കിൽ അവിടെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു വിൻഡോ തുറന്നാണ് നമ്മളിപ്പോൾ പുറത്തുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം കണ്ടത്. ഈ റൂമിൽ നമുക്കിനി ബാക്കി കാണാനുള്ളത് വാർഡ്രോബ്സ് ആണ്. ഈ ഭാഗത്താണ് സെയിം മോഡലിലൊക്കെ തന്നെ വാർഡ്രോബ് വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിന്റെയും ഈ ഭാഗത്തൂടെ നമുക്ക് LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ റൂഫ് നോക്കിയാലും കാണാം പാനലിംഗ് വർക്കുകളും ചെറിയ LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഫാൻ ഫെസിലിറ്റിയും ഒക്കെ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഗ്രേ ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഫെസിലിറ്റിയും ഹോട്ട് വാട്ടർ ഫെസിലിറ്റിയും ഒക്കെയുള്ള അറേഞ്ച്മെന്റും എല്ലാം ഈ ഒരു ബാത്റൂമിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ കടന്നു വന്നത് അവിടെ നിന്നാണ്. 2 എൻഡിലുള്ള 2 ബെഡ്റൂമുകൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു പാർട്ടിഷൻ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ആക്ച്വലി വലിയൊരു ഹാൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള ഹാളാണ്. ഇവിടെയും കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളറിൽ മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ ലിവിംഗ് സ്പേസിന്റെ ആ ഒരു പോർഷൻ ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ എല്ലാം തന്നെ ഹാൻഡ് റെയിലുകൾ വെച്ച് സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ നമ്മളുടെ ആ ഷാൻലിയർ ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അടുത്ത് വിസിബിൾ ആണ്. താഴെ കാണുന്നത് നമ്മളുടെ നേരെ കയറി വരുമ്പോഴുള്ള ലിവിംഗ് സ്പേസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഹാളിൽ ഇനി കാണാനുള്ളത് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ ഒരു പാർട്ടീഷൻ പോലെ കണ്ടിരുന്നു. അത് ആക്ച്വലി ഈ കാണുന്ന TV യൂണിറ്റിന്റെ ബാക്ക് സൈഡ് ആണ്. TV വെക്കാനായിട്ട് മൾട്ടിവുഡിൽ ഈ ഒരു ഭാഗത്ത് നല്ലൊരു അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയൊക്കെ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. മുകളിലൊക്കെ ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ നേരെ ടോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സൈഡുകളെല്ലാം തന്നെ ജാളി മോഡലിലാണ് കവർ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ എയർ സർക്കുലേഷനും സൺലൈറ്റ് ഒക്കെ കടക്കാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ ആവശ്യത്തിന് മാത്രമുള്ള സ്പോട്ട് ലൈറ്റുകളും മിഡിലായിട്ടൊരു ഫാൻ ഫെസിലിറ്റിയുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന ഡോറുകളാണ് ഇതെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ക്ലോസ്ഡ് ആയിട്ട് സേഫ് ആയിട്ടാണ് ഇവിടെ എല്ലാം തന്നെ നമുക്ക് ലോക്ക് ആൻഡ് കീ ഫെസിലിറ്റി കൊടുത്തിട്ടാണ് ഈ കാണുന്ന ഡോറുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സേഫ്റ്റിക്ക് അതുകൊണ്ട് യാതൊരു പ്രോബ്ലവും വരില്ല. ഈ ഒരു ഹാളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോർ വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ മെയിൻ ബാൽക്കണി. ഈ ഒരു വീട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ആ ഒരു പഞ്ചായത്ത് റോഡിന് ഫ്രണ്ടേജ് ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നേരെ റോഡാണ് കാണാൻ പറ്റുന്നത്. നമ്മുടെ മെയിൻ ബാൽക്കണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനുള്ളിലെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയുടെ റൂഫിലും സൈഡിലും ഒക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്രേ കളറിൽ ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലെല്ലാം തന്നെ ചെറിയ രീതിയിൽ സ്പോട്ട് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട മനോഹരമായ വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഈ കാണുന്ന വീട് എറണാകുളം ജില്ലയിലെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും 7.5 കിലോമീറ്റേഴ്സ് മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. റോഡിനോട് വളരെ അടുത്താണ്. ഏകദേശം 350 മീറ്റർ മാത്രമാണ് ബസ് റൂട്ടിലേക്കുള്ള ദൂരം വരുന്നത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല സ്കൂളുകളും ഹോസ്പിറ്റൽസും എല്ലാം തന്നെ നമുക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ടൊരു 20 മിനിറ്റ്സിൽ ട്രാവൽ എത്താവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്തിരിക്കുന്നത്. 6 സെന്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 2500 കൂടാതെ എക്സ്ട്രാ ഒരു 300 സ്ക്വയർ ഫീറ്റും കൂടി നമുക്ക് ഇവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്. 4 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,30,00,000 രൂപയാണ്. 1.30 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിലൂടെയാണ് നിങ്ങൾക്ക് ഈ കാണുന്ന വീടുകൾ സ്വന്തമാക്കാൻ നല്ലൊരു അവസരം വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി വേണമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളത് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇന്ന് തന്നെ നിങ്ങളുടെ ഫ്രീ ബുക്കിങ്ങിനായിട്ട് ഞങ്ങളെ സമീപിക്കുക. വീടൊന്ന് കാണാനും ബാക്കിയുള്ള ഡീറ്റെയിൽസ് അറിയാനൊക്കെ മാർബിൾ ഹോംസിലേക്ക് എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.